അപ്പോൾ ഇതേ മേലെ ഇതാണ്ടോ പൊറോട്ട നല്ല എതള് പോലെ ആയി വരും. അപ്പോൾ നമ്മളിന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 കിലോൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട്. മൈദ നമുക്ക് കുറച്ച് ഇതിൽ കൊട്ടാം. ഒരു ശകലം ബാലൻസ് വെക്കണം കേട്ടോ. ഇതേപോലെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി അത് കുറച്ച് പഞ്ചസാരയാണ് ഇടുന്നത്. ഈ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. പാല് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ. വെള്ളം കൂടി പോകാൻ പാടില്ല. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പൊറോട്ട നന്നാവില്ല. അത് ഏകദേശം ഈ കൈയിൻ്റെ കൈയായിട്ട് നന്നായിട്ട് പരത്തണം. എന്നാൽ മാത്രമാണ് പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഒരു 10-15 മിനിറ്റ് നന്നായി കുഴച്ച് റെഡിയാക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ കൈയിൻ്റെ ഉള്ളനടിയായിട്ട് നന്നായിട്ട് കുഴക്കണം. പൊറോട്ട മാവ് ഏകദേശം കുഴച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ചൊന്ന് പിടിപ്പിച്ച് കുറച്ച് നേരം ഒരു 1/4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. നമ്മൾ നല്ലൊരു തോർത്ത് എടുത്തിട്ട് നനച്ചിട്ട് അപ്പോൾ ആ തോർത്തായിട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് കമഴ്ത്തി കൊടുക്കണം. അപ്പോഴാണ് ആ സോഫ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറായി എടുത്തു വെച്ചിട്ട്. നമുക്കിത് മുറിച്ചിട്ട് ബോള് പിടിക്കണം. ബോള് പിടിക്കുമ്പോൾ ഇതേപോലെ വേണം പിടിക്കാൻ. അപ്പോൾ നമ്മുടെ ബോള് ഏകദേശം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. എല്ലാത്തിലും എണ്ണ തേച്ച് പിടിപ്പിച്ച് വെക്കും. നമ്മുടെ ബോളിലൊക്കെ ഫുൾ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ബോള് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമുക്കത് പിടിച്ചിട്ട് എടുത്തിട്ട് നന്നായി ഒന്ന് പരത്താം. കൈയായിട്ട് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. നാല് സൈഡ് വേണമെന്ന് പരത്തി കൊടുക്കാം. സെൻറ്റർ ഭാഗം ഇങ്ങനെ ഇത്തിരി കട്ടിയിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ വീശുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഏകദേശം എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യം നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വീശി കൊടുത്താൽ മതി. അപ്പോൾ നന്നായി പരന്ന് വരും. സിമ്പിളായിട്ട് വീശാവുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം.
ഒരു ലേശം പൊടി ഇട്ട് കൊടുക്കാം. ലേശം എണ്ണയും ലേശം ഒന്ന് തേച്ച് ഇതാക്കി പിടിപ്പിക്കും. ഇത് കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വേണം ചുറ്റാൻ. എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് അടുപ്പിൽ വെക്കാം. അടുപ്പൊക്കെ കത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പരത്തി കൊടുത്ത് ഇങ്ങനെ വേണം പരത്തി കൊടുക്കാൻ. ഇനി നമ്മൾ ലേശം എണ്ണ ഇത് മുകളിലൊന്ന് ആക്കി കൊടുക്കുക. നമ്മുടെ ഒരു സൈഡ് വെന്തിട്ട് നമുക്കിത് മറിച്ചിടാം. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേ മേലെ ഇതാണ്ടോ പൊറോട്ട നല്ല എതള് പോലെ ആയി വരും. ഉണ്ടോ? നമുക്ക് നല്ല മീൻകറി അയിലക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് എതള് പോലത്തെ പൊറോട്ടയാണ്. നന്നായിട്ട് കിട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ട ടേസ്റ്റ് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്. പൊറോട്ട ഒക്കെ എടുത്ത് ഒരു കഷ്ണം മീനൊക്കെ എടുത്ത് ഉണ്ട് സൂപ്പറായില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇടുക.